ശ്രീജിത്ത്, എം സ്വരാജിൻ്റെ പ്രവർത്തനം ഇന്ന് ഏത് രീതിയിലായിരിക്കും? എസ് കെ നേരത്തെ ദീപക് ധർമ്മടം സൂചിപ്പിച്ചതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി പോത്തുകല്ലിലാണെങ്കിൽ തങ്ങളും പോത്തുകല്ലിൽ തന്നെയാണ് ഇന്ന് പ്രചരണം നടത്തുന്നതെന്നാണ് LDF അറിയിച്ചിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തായ അല്ലെങ്കിൽ സ്വന്തം നാടായ ജന്മനാടായ പോത്തുകല്ലിലേക്ക് തിരിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അതിനു മുൻപൊരു രാഷ്ട്രീയ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും LDF സ്ഥാനാർത്ഥി ഇന്നലെ നിലമ്പൂർ നഗരസഭയിലായിരുന്നു പര്യടനം നടത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഏത് സ്ഥാനാർത്ഥി വരുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വലിയൊരു മാനത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നാണ് അവരുടെ ഒരു ആദ്യ റൗണ്ട് വിലയിരുത്തൽ. ഇന്നലെ നിലമ്പൂർ നഗരസഭയിലെ വിവിധ സ്വീകരണങ്ങൾ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഏതാണ്ട് 100 കണക്കിന് ആളുകൾ പല മേഖലകളിലും നട്ടുച്ചയ്ക്കും നിൽക്കുന്ന ഇന്നത്തേതുപോലെയല്ല, ഇന്നലെ ശക്തമായ വെയിലുണ്ടായിരുന്നു. എന്നിട്ട് പോലും കുറേ അധികം ആളുകൾ ആ മേഖലയിൽ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. MV ജയരാജൻ അടക്കം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം ഉള്ള നേതാക്കൾ, PP സുനീർ, അങ്ങനെ LDF നേതാക്കൾ എല്ലാവരും തന്നെ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണത്തിനായി എത്തിയിരുന്നു. CPIഎമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പ്രചരണത്തിന് ചുമതലകളുമായി ഈ മണ്ഡലത്തിലുണ്ട്. എന്തായാലും LDF ക്യാമ്പ് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അൻവറിനെ പരാമർശിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഒരിക്കലും തങ്ങളുടെ പെട്ടിയിൽ നിന്നാകില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ആകരുത് എന്ന് പ്രവർത്തകർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അൻവർ പിടിക്കുന്ന വോട്ടുകൾ, മലയോര മേഖലയിലെ വോട്ടുകൾ. ഇതാണ് ഈ മണ്ഡലത്തിലെ വിജയ പരാജയങ്ങളെ നിശ്ചയിക്കുക എന്നത് LDFന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ചിട്ടയായ പ്രവർത്തനം അവർ ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. വിവാദങ്ങളുടെ പിറകെ പോകേണ്ടതില്ല എന്ന് എല്ലാവർക്കും കർശനമായ നിർദ്ദേശം മുന്നണി നൽകി കഴിഞ്ഞു. SK. ഓക്കെ ശ്രീജിത്ത്, താങ്ക് യു.